കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും എന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾക്കും വ്യക്തതയില്ല. വൈകിട്ട് 4-ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചർച്ച നടക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. പരിഗണനയിലുള്ള 3 പേരെ പിന്തുണയ്ക്കുന്നവർക്കും ഹൈക്കമാൻഡ് നീക്കത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അതിനായിട്ട് കാത്തിരിക്കുന്നു. അതേപോലെ നമുക്ക് കൃത്യം പറയാൻ പറ്റില്ലല്ലോ, അത് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സോണിയാജി ഹോസ്പിറ്റലായിരുന്നു എന്ന് അറിയാമല്ലോ. അപ്പം എൻ്റെ ചെറിയ താമസം വരാം. ഏതായാലും നല്ല തീരുമാനത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നു. ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്, കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലം എന്നിവർ. ആദ്യം സുമോദിലേക്ക്. സുമോദ്, ചർച്ചകളെല്ലാം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് KPCC അധ്യക്ഷനാണ്. ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നും അദ്ദേഹം പറയുന്നു. ആ തീരുമാനം എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും സുമോദ്? സൈഫുദ്ദീൻ, ഇവിടെ 10 ജൻപതിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കന്മാരെല്ലാം പറഞ്ഞത് ഈ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ്. അതനുസരിച്ച് തന്നെയാണ് കാത്തിരിക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടിയുള്ള കൂടിക്കാഴ്ച മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമമായ തീരുമാനത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുക. സാധാരണ AICCയിൽ ഇതുപോലെ നിർണായകമായ കൂടിക്കാഴ്ചകളെല്ലാം നടക്കുന്നത് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ വൈകിട്ട് 4 മണിയോടെ സാധാരണ കൂടിക്കാഴ്ച നടത്താറുള്ളത്. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലേക്ക് വരികയാണ് പതിവ്. ഇത്തവണയും ആ പതിവ് തന്നെ ഉണ്ടാകുമോ, 4 മണിക്ക് കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നുള്ളത് ആണ് ഡൽഹി കാത്തിരിക്കുന്നത്. ഇതൊരു കേവലം ഒരു കേരളത്തിലെ ഒരു പ്രശ്നം എന്നുള്ള ഉപരിയായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് ഇപ്പോൾ പരിഹസിക്കുന്നത്. കാരണം 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇതിൽ 4 മുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു, മന്ത്രിസഭകൾ നിലവിൽ വന്നു. പക്ഷേ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയ ഒരു കേരളത്തിൽ മാത്രം ഇതുവരെ മുഖ്യമന്ത്രി ആരാണെന്ന് പോലും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. 15-16 തീയതികൾ ഏതെങ്കിലും സത്യപ്രതിജ്ഞ നടത്തണം എന്നുള്ളതാണ് നേതാക്കന്മാർ ഇവിടെ താല്പര്യം അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാവണം. കാരണം മുഖ്യമന്ത്രി ആദ്യം തീരുമാനിച്ചാൽ മാത്രമാണ് മറ്റ് വകുപ്പുകൾ, മന്ത്രിമാർ തുടങ്ങിയവരെ തീരുമാനിക്കാൻ കഴിയുക. ഇനി KPCC പ്രസിഡന്റ് പദം അടക്കമുള്ള ഇനി തീരുമാനിക്കേണ്ടി വരും. ഇനി ഇതിൽ KC വേണുഗോപാലിന് തന്നെയാണ് AICCയിൽ നിന്ന് ഒരു മുൻതൂക്കം നൽകിയിരുന്നത്. പക്ഷേ അതിനുശേഷം തന്നെയാണ് ഈ 2 പേരാണെങ്കിൽ ഈ ചർച്ച നടത്തിയ K മുരളീധരനും അതിനുശേഷം ചർച്ച നടത്തിയ VM സുധീരനും. അദ്ദേഹം ഇവർ 2 പേരും സൂചിപ്പിച്ചത് തെരുവിലെ ഒരു പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. കാര്യം VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ്. ആ സാധ്യതയിലേക്കാണ് അവർ വിരൽ ചൂണ്ടിയത്. പ്രഖ്യാപനം എവിടെ വെച്ചാകുമെന്ന കാര്യത്തിൽ പല സൂചനകൾ വന്നിരുന്നു. എന്ന് വെച്ചാൽ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വരുന്നു, ഇവിടെ വെച്ചാകും പ്രഖ്യാപനം എന്നൊരു വിവരം വന്നു. ഇല്ല, AICC ഓഫീസിൽ തന്നെ തങ്ങും, അവിടെ വെച്ചായിരിക്കും പ്രഖ്യാപനം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പ്രഖ്യാപനം എവിടെ വെച്ചാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അതെങ്ങനെയായിരിക്കും? അതൊരു അനൗൺസ്മെന്റ് മീൻസ് ഒരു വാർത്താക്കുറിപ്പായിരിക്കുമോ അതോ ഒരു വാർത്താ സമ്മേളനമായിരിക്കുമോ? സാധാരണ 23-ാം തീയതി വരെ ഒരു തീയതി ഉള്ളത് കൊണ്ട് പതുക്കെ എല്ലാ വശങ്ങളും നോക്കിയതിന് ശേഷം പ്രഖ്യാപിച്ചാൽ മതി എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ആദ്യം ദീപാദാസ് മുൻഷിയെ കേരളത്തിലേക്ക് അയച്ച് തിരുവനന്തപുരത്ത് പ്രഖ്യാപനം എന്ന തരത്തിലായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ദീപാദാസ് മുൻഷിയോട് ഡൽഹിയിൽ തന്നെ തുടരാൻ AICC നിർദ്ദേശം നൽകിയായിരുന്നു. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.